ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീനൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇന്നലത്തെ മീൻ കറി ചൂര ഉണ്ടായിരുന്നു. ആ ചൂരക്കറി കൂട്ടിയവരെല്ലാം കഴിച്ചു കേട്ടോ. ചേട്ടനും മോളും കഴിച്ചു. ഇപ്പോൾ സമയം 3 മണിയായി. ഞാനിപ്പം അവിടെ കിടക്കുമായിരുന്നു. അപ്പം എനിക്കിന്ന് നോയമ്പാട്ടോ. ഞാനിപ്പോൾ നോയമ്പെടുത്തേക്കും. അതുകൊണ്ട് അവിടെ കടന്നുപോയി. അപ്പോൾ കടന്നപ്പം പിന്നെ എടുക്കാൻ പറ്റിയില്ല വീഡിയോ. അപ്പം പയർ മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു, അതുപോലെ ബീട്രൂട്ട് തോരൻ, പിന്നെ അപ്പുറത്തുനിന്ന് സാമ്പാർ കൊണ്ട് തന്നു കേട്ടോ. എരിശ്ശേരിയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം നോമ്പ് തുറക്കാൻ വേണ്ടി ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വെച്ചത്. അപ്പോൾ മത്തങ്ങ വെച്ചാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് വേവിച്ച് വെച്ചേക്കും മത്തങ്ങ. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്, ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കേട്ടോ. അപ്പം അത് വേവിച്ച് വെച്ചേക്കും. മത്തങ്ങയും നല്ല പഴുത്ത മത്തങ്ങയും വിളഞ്ഞ മത്തങ്ങയും ഏലക്കയും കൂടെ വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചേക്കും. പിന്നെ നമുക്കിനി പാലൊക്കെ ഒഴിച്ച് അടിച്ചെടുക്കണത് ഇതൊക്കെയാണ്. പിന്നെ പിള്ളേരെല്ലാവരും ഇരുന്ന് പഠിക്കുവാണ്, എല്ലാവർക്കും പരീക്ഷയല്ലേ. അപ്പോൾ എല്ലാവരും എക്സാമിന് പഠിക്കുന്നു. ഇതൊക്കെയാണ്. അപ്പുറത്തെ അച്ഛനെയും കൊണ്ട് ചേട്ടൻ കണ്ണ് കാണിക്കാൻ വേണ്ടി ആശുപത്രിയിൽ പോയേക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ. പിള്ളേരെ അവിടെ ഇരിക്കുന്നത് കാണിക്കാം. പഠിക്കും എല്ലാവരും. കാലാവസ്ഥ ഒന്നും വെയിലൊന്നുമില്ല, ഭയങ്കര മഴക്കാറായിട്ടൊന്ന്. ഞാൻ ഞാൻ സൗണ്ട് കേട്ട് നോക്കുക. അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും. വെയിലിന്ന് ചെറുതായിട്ട് ഇടയ്ക്ക് സമയത്തുണ്ടായിരുന്നു വെയിൽ. അപ്പം മങ്ങി നിൽക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഉച്ചവരെ ഒരു 3 മണി കഴിഞ്ഞുള്ള വിശേഷം.